പോവാം. എടി ഞാനിവിടെ നിന്ന് പോയാലെന്ന് ആലോചിക്കുക. ഇന്നലത്തെ അടിയുടെ കാര്യം ഓർത്തിട്ടാണോ? നിനക്കൊരു അടിയുടെ കുറവുണ്ടായിരുന്നു. അതെൻ്റെ ചേട്ടായില്ലേ, ഞാനതങ്ങ് ക്ഷമിച്ചു. ഒരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല. അല്ല, നീ എന്നാ ഹോസ്റ്റലിൽ പോന്നേ? എന്ന് പോണം. ഞാൻ കൊണ്ടാക്കട്ടെ? നീ കൊണ്ടുവിടുവോ? വാ. ചെയ്തിട്ടുണ്ടേ. ഇവിടെ ഏയ്, ഞാൻ ചുമ്മാ വന്നാ. നിന്റെ കല്യാണക്കാരൊക്കെ എന്നാടി? അതൊക്കെ ഇവിടെ ചോദിച്ചാൽ മതി. അയ്യോ, ഞാൻ ലേറ്റ് ആയല്ലോ. ഹോസ്റ്റലിൽ കയറാൻ സമയമായി. ഞാൻ പോട്ടെ. എന്നാ ശരി. സോണി, സൂക്ഷിച്ചു പോണേ. ആ പറയടാ. എന്നാ വെച്ചേ മുഖത്തൊരു പാട്ടം? ഓ, പറയുന്നേ ഒന്നുമില്ലടാ. ഒരാവേശത്തിന് ഞാൻ കയറിയതങ്ങ് ഉറപ്പിച്ചു. പിന്നെ നോക്കിയപ്പോൾ മറിക്കാൻ കൈ 10 പൈസ ഇല്ലടാ. എന്ന് കരുതി കല്യാണം മാറ്റി വെക്കാൻ പറ്റുമോ? എടാ, നീ എനിക്ക് എവിടുന്നേലും കുറച്ച് പൈസ മറിച്ച് തരാമോ? പൈസ എന്ന് പറയുമ്പോൾ കൊച്ചായി എത്ര ഉദ്ദേശിക്കുന്നത്? ഇപ്പോൾ ഒരു 5 ലക്ഷം രൂപ മതി. കൊച്ചായി 5 ലക്ഷം രൂപയോ? അപ്പനോട് ചോദിച്ചാൽ പൈസ വല്ലതും മറിക്കാൻ പറ്റുമോടാ? ഞാൻ ചോദിച്ചാൽ നിനക്കറിയാലോ. അപ്പനോട് ഇപ്പം ചോദിച്ചാൽ എന്നാലും ഞാനൊന്ന് ശ്രമിക്കട്ടെ കൊച്ചായി. നമ്മുടെ സോണിമോളുടെ അവസ്ഥ ഉണ്ടല്ലേ, ഞാൻ ശരിയാക്കാം. ഞങ്ങളിപ്പോൾ തൽക്കാലം ഒരു 25 ലക്ഷം രൂപ ട്രാൻസ്ഫർ ചെയ്യാം. ഇത് ഞാൻ വരവെക്കാം. പക്ഷേ ഇതെൻ്റെ കയ്യിൽ നിൽക്കുമെന്ന് തോന്നുന്നില്ല. അടുത്ത മാസം ഓഡിറ്റിങ്ങാ. എത്രയും പെട്ടെന്ന് ലോൺ ക്ലോസ് ചെയ്ത് ആ ഡോക്യുമെന്റ്സ് ഒക്കെ കൈക്കലാക്കാൻ നോക്ക്. അല്ല സാറേ, സാറ് വിചാരിച്ചു കഴിഞ്ഞാൽ ഇത് 3 മാസത്തിനകം ക്ലോസ് ചെയ്യുന്നു പറഞ്ഞിട്ടാണ്. ഉടായ്പാണെന്ന് അറിഞ്ഞിട്ടും ഞാൻ ഇത് വാല്യുവേറ്റ് ചെയ്ത് ഒപ്പിട്ട് തന്നത്. എന്നെ പെടുത്തരുത്. തനിക്കപ്പം ഞങ്ങളെ വിശ്വാസമില്ലേ? നമ്മളൊക്കെ നാളെയും കാണേണ്ടവരാട്ടോ. നമുക്കൊരു മാസം ഉണ്ടല്ലോ, നമുക്ക് ശരിയാക്കാം. ശരിയാവണം, ഇല്ലേ പ്രശ്ന. ശരിയാകും സാറേ. എടാ റോയിയേ, റോയി റോയി റോയി. ആ, എന്നാടാ രാവിലെ തന്നെ? രാവിലെയോ? മണി 12 ആണോ? ഞാനങ്ങ് ഉറങ്ങിപ്പോടാ. വാ. എടാ, ഞാൻ കട്ടാണ് മീരി. ആ എവിടെ? ഇന്നലെ നീ എവിടെയാണടാ? വിളിച്ചിട്ട് കിട്ടിയില്ലോ. ഓ, ഞാനിന്ന് എറണാകുളം വരെ പോയാടാ. എന്താടാ, എന്തായാലും പ്രശ്നമുണ്ടോ? പോടാ. എടാ, എനിക്ക് കുറച്ച് കാശിൻ്റെ ആവശ്യമുണ്ട്. ഒരു 5 ലക്ഷം രൂപ. 5 ലക്ഷം രൂപയോ? നിനക്കതിനകത്ത് ഇത്രയോ കാശ്? എനിക്കല്ലടാ, കൊച്ചേക്കൊരു ആവശ്യത്തിനാണ്. നമ്മുടെ സോണിമുള്ളടാ, അവളെ കല്യാണം ഉറപ്പിച്ചു. ഒരുപാട് കാലമായി നടക്കാതെ ഇപ്പോൾ ഒന്ന് ശരിയായി വന്നതാ. കൊച്ചയുടെ കയ്യിലാണെങ്കിൽ 10ൻ്റെ പൈസ ഇല്ല. പുള്ളി എങ്ങനെ സഹായിക്കണടാ? നീ നിന്റെ അപ്പനോട് ചോദിക്കടാ. ആ, ബെസ്റ്റ്. അങ്ങോട്ട് ചെന്നാൽ മതി, പുള്ളി എന്നെ ആട്ടും. അല്ലെങ്കിൽ ഒന്ന് ചോദിച്ചാലോ? ചോദിച്ചു നോക്ക്.
ഹലോ, താക്കോലോ? ഏത് താക്കോല്? താനൊരു കാര്യം ചെയ്യും, നാളെ രാവിലെ ഒരു 10 മണിയാകുമ്പം പാലാരിവട്ടം പാലത്തിന് അടിയോ നിൽക്കും. ഞാൻ താക്കോലായിട്ട് വരാം. വെയിൽ കൊള്ളാൻ നിൽക്കണം കേട്ടോ. ഏത് താക്കോല്? എറണാകുളത്ത് നമ്മളൊരു ചെരിഞ്ഞ ഗോപുരം പണിത് വെച്ചിട്ടില്ലേ, എൻ്റെ താക്കോല് ചോദിച്ച് വിളിച്ചത്. ഏത് നേരത്താണോ മുടിഞ്ഞ പരിപാടി തുടങ്ങാൻ തോന്നി. സമാധാനവും പോയി, കാശും പോയി. എന്റെ പൊന്നു ജനിയാ, ഓളി ഇച്ചിരി കുറയ്ക്കുവോ? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ബാങ്കുകാര് ഈ വീട്ടിൽ കയറി നിരങ്ങാൻ പറ്റത്തില്ല. അതിന് നീയൊന്ന് അടങ്ങ്. ഞാൻ ആലോചിച്ചിട്ട് ഇനി ഒറ്റ വഴിയേ കാണുന്നുള്ളൂ. അപ്പന്റെ കാലങ്ങ് പിടിക്കാം. എന്റെ ആനി ഏക്കും. ഓ, അല്ല, അവസരപ്പെട്ടൊന്നും പറഞ്ഞില്ല. നീ എന്നാണ് ഈ ഏലത്തിന്റെ ചോട്ടി കലക്കി ഒഴിക്കുന്നത്? എന്റെ അച്ചോ, എന്തിനാ ഈ ഓടിച്ചോടുത്തി AC? ഒരു 5-6 ഫാൻ മേടിച്ചിട്ടാ പോരെ? അല്ല, അതൊരു കുറച്ചിലല്ലേ. ആർക്ക്? അച്ഛനോ? എന്നാ അച്ഛന്റെ പോക്കറ്റിൽ നിന്ന് കാശ് എടുത്തൊരു AC വാങ്ങിച്ചു വെക്ക്. അതെന്ത് വർത്തമാനം അവസരപ്പെട്ട? പിന്നെ പള്ളിക്ക് വേണ്ടിയല്ലേ? ഓ, എന്നാ ഒരു കാര്യം ചെയ്യാം, ഞാൻ ഒരു 1000 രൂപ അങ്ങോട്ട് തരാം. രസീത് തരണം കേട്ടോ. 1000 രൂപയോ? 1000 രൂപ ആണെങ്കിൽ അവസരപ്പെട്ടും തരണ്ട, അത് കയ്യിലൊന്ന് വെച്ചോ. ഓ, സന്തോഷം. അച്ചു, ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഓ, എപ്പോഴും സ്വീകരിക്കട്ടെ. സ്തുതിക്കൊന്നൊരു കുറവില്ല. സെൽവ, ഈ അച്ഛൻ തന്നാട്ടാ നല്ല അടുപ്പിലാണല്ലോ. അതെ, ഔസേപ്പേട്ട് നന്നായിട്ട് തണുപ്പിച്ചിട്ടാ വിട്ടെ. അതാ എടാ, ഒന്ന് വേഗമാട്ടെ. ഇത് അപ്പടി ചൊറിയാണല്ലോ അറിയിപ്പിച്ചേട്ടാ. നീ അതവിടെ ഇട്ടേച്ചേ, വന്ന കാര്യം പറ. അതപ്പാ കാര്യം പറയടാ. അപ്പാ എനിക്ക് കുറച്ച് കാശ് വേണം. കുറച്ചെന്ന് പറഞ്ഞ ഒരു 5 ലക്ഷം. ഓ, 5 ലക്ഷം. എടാ സെൽവ, എന്തോ? നീയേ ആ മരത്തിലോട്ട് കയറിയിട്ടേ ഒരു 5 ലക്ഷം രൂപ എങ്കിൽ പറിച്ചേ. 500 നോക്കി പറിക്കണം കേട്ടോ. അപ്പൊ ചുമ്മാ തമാശ പറയാം. അപ്പൊ എന്റെ പൈസ തരാൻ പറ്റൂല. എടാ, നീ ചോദിക്കുമ്പോ പൈസ തരാനേ എന്റെ ഈ പണം കായ്ക്കുന്ന മരമൊന്നും ഇല്ല. അപ്പാ എനിക്ക് അത്ര അത്യാവശ്യം വേണ്ട. അപ്പാ എന്റെ കാശിലല്ലേ, എനിക്ക് എന്റെ വീട്ടിൽ നിന്ന് കാശ് തന്നേക്ക്. വീതോ? എന്റെ വീതം. എടാ, നാട്ടുകാരുടെ കാര്യം നോക്കി ഇങ്ങനെ തേരാപ്പാറ് നടക്കാതെ നീ നിന്റെ സ്വന്തം കാര്യം നോക്കാൻ പഠിക്കടാ. എടാ, കുടുംബത്തിന് എന്തെങ്കിലും ഗുണം കിട്ടണ്ടേ? അപ്പൊ തരത്തില്ല അല്ലേ എന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. നീ ഒരു കാര്യം ചെയ്യ, ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കി നടത്തും. എന്നിട്ട് ഇഷ്ടമുള്ളത് എടുത്തോ. അപ്പാ ഈ കാര്യങ്ങൾ എന്ന് പറയുമ്പോഴേ നാട്ടുകാരുടെ കഴുത്തിറക്കുന്ന അപ്പൊ ഞാൻ ബ്ലേഡിന് വരടി കാണത്തില്ലേ? നിർത്തടാ ഒന്ന്. ഞാൻ പറയുന്ന പോലെ കേട്ടില്ലെങ്കിൽ ഈ സ്വത്തുക്കൾ മുഴുവൻ ഞാൻ അനാഥാലയത്തെ എഴുതി കൊടുക്കും. നിനക്കൊരു ചില്ലി കാശ് ഞാൻ തരിക. വേണ്ടപ്പാ, അപ്പം തരണ്ട. എന്നാ വേണമെന്ന് എനിക്കറിയാം കേട്ടോ. ഞാൻ പോയേക്കോ. നീ ശനിയാഴ്ച രാവിലെ തന്നെ വരത്തില്ലേ? പപ്പ, ഞാൻ എത്ര വട്ടം പറയണം? നിന്റെ മിസ്സിന്റെ നമ്പർ പഴയത് തന്നെയല്ലേ, മാറിയിട്ടൊന്നുമില്ലല്ലോ? വിളിച്ചാൽ കിട്ടത്തില്ലേ? പപ്പ, ഞാൻ +2 പഠിക്കുന്നത്, 2ാം ക്ലാസ്സിലല്ല. നീ 2ാം ക്ലാസ്സിലല്ല, +2 പഠിക്കുന്നത്. അവൾക്ക് അറിയാം. ഇവിടെ ജോർജ് ഞങ്ങളായിരിക്കോ ഫോൺ എടുത്തേ. ഹലോ, ഞാൻ ഇറങ്ങാം. അതെ പപ്പ ഇറങ്ങാം. ഇപ്പം എല്ലാം പറഞ്ഞ പോലെ. ഹാപ്പി ജേർണി. താങ്ക് യു. ശ്രദ്ധിക്കണം കേട്ടോ. ഓക്കെ. പാക്ക് ചെയ്തു.
എന്നാടാ ഈ നേരത്ത്? ഞങ്ങൾക്ക് തന്നെ ഈ നേരത്തെ അപ്പനെ ഒന്ന് വന്ന് കണ്ടുകൂടെ? അപ്പം കിടന്നായിരുന്നോ? ആ, എന്നെ കടത്താൻ വന്നാണോ? അപ്പാ, നമ്മുടെ ആനക്കുത്തിലെ 5 ഏക്കർ ചെരുവില്ലേ, ആദ്യത്തവണ പട്ടയത്തിൽ പെടുത്താൻ ചെറിയൊരു പ്ലാൻ റെഡിയായിട്ടുണ്ട്. കുറച്ച് മെനക്കേടുള്ള കേസാണ്. അത് കുഴപ്പമില്ല, ഞാനത് എങ്ങനെയും ശരിയാക്കിക്കോളാം. അല്ല, ശരിക്കും എന്നാത്തിനാണ് നീയൊക്കെ ഇങ്ങോട്ട് പോയി എഴുന്നള്ളിയത്? അപ്പാ, ഞങ്ങൾ രണ്ടുപേരും ശരിക്കൊന്ന് പെട്ടിരിക്കുക. തെളിച്ച് പറയടാ. അത് പിന്നെ അപ്പോൾ ഞങ്ങളുടെ ആ കൺസ്ട്രക്ഷൻ്റെ പരിപാടി മൊത്തത്തിലൊന്ന് പാളിയായിരുന്നു. അതിൻ്റെ പേരിൽ കുറച്ച് ബാങ്ക് ലോണൊക്കെ തിരിച്ചടയ്ക്കാനാകാതെ കടത്തിമേ കടമായിട്ട് പെട്ടുകിടക്കുന്ന ഒരവസ്ഥയാണ്. അതുകൊണ്ട് അപ്പം കാശ് കൊണ്ട് ഞങ്ങളെ ഒന്ന് സഹായിക്കണം. എടാ, ഒരു കുപ്പിയും തൂക്കി പിടിച്ച് പാരാത്രിക്ക് ഇങ്ങോട്ട് കയറി വന്ന് ഇതിനാണോടാ? നിനക്കൊക്കെ കിട്ടാനുള്ളൊക്കെ കണക്ക് പറഞ്ഞ് മേടിച്ചോണ്ട് പോയല്ലേ രണ്ടും, അല്ലേ? എല്ലാം മറന്നോ? ഇതങ്ങനെയല്ലപ്പാ, ഞങ്ങളുടെ പണി പോകുന്നൊരു സാഹചര്യമുണ്ട്. അപ്പാ, വേറെ ഒരു വഴിയില്ലാത്തതുകൊണ്ടാണ് ഞങ്ങൾ ഈ നേരത്ത് വന്നത്. ഒന്ന് സഹായിക്കപ്പാ. എത്ര ഉണ്ടോ? കുറച്ചുണ്ടപ്പാ. 1.5 കോടി ഉണ്ടപ്പാ. ഇത്രയൊക്കെ എങ്ങനെ ഉണ്ടാക്കാനാ? ഞാനൊന്ന് നോക്കട്ടെ. നിങ്ങളിവിടെ കിടക്കാൻ വന്നാണോ അതോ? അല്ല, ഞങ്ങൾ ഇറങ്ങും. എന്നാ കുപ്പിയും കൂടെ എടുത്തോണ്ട് പോ. അപ്പം കാശ് തരുമായിരിക്കും അല്ലേ ഏട്ടായി? തരേണ്ടതാണ്, അല്ലെങ്കിൽ ഈ കളിപ്പെട്ടാൽ പോരാ. അല്ല, ഇതിനിപ്പോൾ എന്ത് ചെയ്യും? നമ്മളടിക്കും. അപ്പം കാശ് വരുമെന്ന പ്രതീക്ഷയിൽ. അമ്മച്ചി മരിച്ച പിന്നെ അപ്പൻ ആ കിടക്കുന്ന ജീപ്പും ഞാനും ഒരേപോലെയാണ്. കൈതിരിച്ചാൽ സ്റ്റാർട്ടാവണം, കാല് കൊടുത്താൽ പറക്കണം. അപ്പം കാണുന്ന റൂട്ടിൽ തന്നെ. അപ്പം പറഞ്ഞ ഡ്രസ്സ് ഇട്ട്, അപ്പം പറഞ്ഞത് പഠിച്ച്, അപ്പം പറഞ്ഞ് ജോലിക്ക് പോയി. എന്തിന്? അപ്പം പറഞ്ഞ പെണ്ണിനെ വരെ കിട്ടി. അപ്പം ശരിക്കും എന്നെ ജയിപ്പിക്കാൻ വേണ്ടി ചെയ്തതൊക്കെ എന്നെ തോപ്പിക്കല്ലായിരുന്നടാ. നിനക്കറിയാം എൻ്റെ ഇഷ്ടം എന്നാണ്? എവിടെ? നിനക്കല്ലടാ, എനിക്കും അറിയത്തില്ല. ചേട്ടായി, നമ്മുടെ അമ്മച്ചി ഒരു 10 കൊല്ലം കൂടെ ഉണ്ടായിരുന്നെങ്കിൽ നമ്മുടെ ജീവിതം ഇങ്ങനൊന്നും ആവത്തില്ലായിരുന്നു. എന്നേട്ടായി കറിയാപ്പി വന്നേ. കറിയാപ്പി ചേട്ടാ. ആരാ? കറിയാപ്പി നിക്കണോ? നിക്കണോ അവിടെ? നിക്കാൻ.
എഴുന്നേറ്റ് വാ. സിംഹം പോയി. എഴുന്നേ. എന്റെ തലമണ്ട ഞാൻ പൊളിച്ചിട്ടുണ്ട്. അയ്യോ അയ്യോ ചേട്ടായി, റോയിയാ ചേട്ടായി. ഡാ ഡാ കുഞ്ഞേ, ഡാ ഡാ മോനെ, ഡാ കുഞ്ഞേ, ഡാ ചേട്ടായി, ഡാ മോനെ, ഡാ എഴുന്നേക്കടാ. മോനെ കൊച്ച എഴുന്നേക്കടാ. പിടിച്ചേട്ടായി, പിടിക്കേ. മോനെടാ, കുഞ്ഞേടാ, കുഞ്ഞേ. ചേട്ടായി, അവനൊന്ന് വെച്ചേ. കുഞ്ഞേ, കുഞ്ഞേടാ, കുഞ്ഞേടാ, പോയി അവൻ പോയേട്ടായി. ചേട്ടായി, ആരെങ്കിലും അറിഞ്ഞ നമ്മൾ പെടും ചേട്ടായി. എന്തിനാണോ നീ അവരെ എറിഞ്ഞേ? ചേട്ടായി, ഞാൻ ഇവനാണെന്ന് അറിഞ്ഞില്ലല്ലോ ചേട്ടായി, ഞാൻ അറിഞ്ഞില്ലല്ലോ ചേട്ടായി. ചേട്ടായി, ചേട്ടായി ബഹളം വെക്കല്ലേ, ബഹളം വെക്കല്ലേ ചേട്ടായി. നമ്മുടെ ഇപ്പോഴത്തെ പ്രശ്നത്തിനിടയ്ക്ക് ഇതുകൂടെ അറിഞ്ഞു കഴിഞ്ഞാൽ ചേട്ടായി ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, നമ്മുടെ കുഞ്ഞുങ്ങളെ പറ്റി ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, കുഞ്ഞുങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ, അവര് എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞാൽ കുഴപ്പമില്ലേ? ആരും അറിയില്ല ചേട്ടായി, ഇത് ആരും അറിയില്ല ചേട്ടായി, ആരും അറിയില്ല. ചേട്ടായി, പിടിക്കല്ലേ.
ഇരിക്കട്ടെ വാ. ഇത് അവൻ്റെ വണ്ടിയല്ലേ?